നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് അവരുടെ കഷ്ടപ്പാടുകളും പലപ്പോഴും അവരുടെ ആ വെയിലത്ത് നിന്നുള്ള കഷ്ടപ്പാടുകളും അവരുടെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ ശരിക്ക് ചങ്ക് പൊട്ടാറുണ്ട്. കാരണം ഞാനും പലപ്പോഴും അനുഭവിച്ചൊരു പ്രവാസം തന്നെയായിരുന്നു. പലപ്പോഴും ആ ഒരു ജീവിതം നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടു നോക്കി നിങ്ങൾ വല്ലാത്തൊരു സാഹചര്യം, പ്രിയ സുഹൃത്തിൻ്റെ ആ ഒരു വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഒന്ന് കേട്ട് നോക്കി നിങ്ങൾ കേട്ടോ. ചെങ്കളെ ഈ കോട്ടം വെയിലിങ്ങനെ കൊള്ളുമ്പോൾ വെയിൽ കൊള്ളാത്ത എന്തെങ്കിലും കൈത്തൊഴിൽ പഠിച്ചാൽ മതിയെന്ന് സത്യമായിട്ട് ഇങ്ങനെ തോന്നുന്നു. എന്നെ കാണുന്ന ചെങ്കളെ നിങ്ങൾ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കണമെങ്കിൽ വെയിൽ കൊള്ളാത്ത കൈത്തൊഴിൽ പഠിച്ചോളൂ. ഇവിടെ ഒരു കാക്കറ്റ പോകണം, എന്നാലേ എന്തിട്ടുള്ളൂ ഒരു തണൽ കിട്ടുള്ളൂ. സത്യമായിട്ടും പറയും, സത്യം വെയിലിങ്ങനെ കൊള്ളുമ്പോൾ ഞാൻ ഇപ്പം ഇവിടെ വന്ന് നിൽക്കണ ഈ ഏസിൻ്റെ ഈ തണലിതാ, ഈ തണലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും നിമർത്തില്ല ചെങ്കളെ, സത്യം പറയാം. പക്ഷേ ഈ ചൂട് ഇങ്ങനെ കൊള്ളുമ്പോഴും ഒരു ആശ്വാസം, നമ്മളെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ചൂട് കൊള്ളണതെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നിന്നുങ്ങാണ്ട് ഇങ്ങനെ ആലോചിക്കും, ഇവിടെ ഈ ചൂടല്ലേ ഉള്ളൂ, അപ്പം ഇവിടെ ഈ കിടക്കണവരെ ചൂട് എന്താ? ആ കിടക്കണവര് ഒരു ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിൽ കിടക്കണവരുടെ സ്ഥിതി എന്താ? നല്ലത് ചെയ്തവർക്ക് നല്ലതുണ്ടാവും അല്ലേ? അവർ എന്താ ചെയ്തിക്കണമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പഠിച്ചോനെ, ഒരുപാട് മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ പാപങ്ങൾ പുറത്തിട്ട് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനും പഠിച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ. ഇത്രപോലെ ആൾക്കാർ ചൂടും പുകയും കൊണ്ടുകാണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒരു ചൂടല്ല. അപ്പം അതിങ്ങനെ പറഞ്ഞു തന്നപ്പോൾ എനിക്കിപ്പോൾ ചൂട് കുറച്ച് കുറവുള്ളതായി തോന്നി. സത്യമായിട്ടും അള്ളാഹു കാക്കട്ടെ. ഇതാണ് കുട്ടികളോടൊക്കെ പറഞ്ഞത്, പഠിച്ചോളിന്ന്. പക്ഷെ ഇപ്പോൾ ഈ കിടന്ന് വെയിൽ കൊള്ളുമ്പോഴും എൻ്റെ ബാക്കിയുള്ളവർക്കും ഇന്നെ കാത്തിട്ട് എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം മനസ്സിൽ ഇതില്ലാത്തവർ എത്ര പോലെ ആൾക്കാരുണ്ട് അല്ലേ? അള്ളാഹു കാക്കട്ടെ നമ്മളൊക്കെ അല്ലേ. ലേബർമാരായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ലേബർമാരായിട്ട് ഞാൻ 3 കൊല്ലം അനുഭവിച്ചതാണ്. 27 റൂമിലും അതാണെങ്കിൽ പെരും ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സ്ഥിതി ആലോചിക്കുമ്പോൾ മനുഷ്യനെ ഈ വെയിൽ കൊണ്ടാലും സ്വർഗത്തിലാണ്. കാരണം നമ്മൾ 12 മണി 1 മണി വരെ വെയിൽ കൊള്ളണുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ പേരൻ്റെ ഔത്തായി. അൽഹംദുലില്ലാ എൻ്റെ ഒപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു കാക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തെറ്റുകുറ്റങ്ങൾ പടച്ചോൻ പുറത്തു കൊടുത്തിട്ട് അവരൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ തുടർന്ന് പറയാനുള്ള പേരക്കുറേ ഞാൻ ഹമീദ് കുറ്റൂ. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുടെ ഈ ഒരു വേദന മനസ്സിലാവണമെങ്കിൽ കുറച്ചെങ്കിലും പ്രവാസം അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാക്കും ആ ചൂടിൻ്റെ പവർ, ആ ചൂട് എത്രമാത്രമാണ് എന്നുള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾക്കും പടച്ച റാഹത്താക്കി തരട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രവാസി സുഹൃത്തുക്കളുടെ സാഹചര്യങ്ങൾക്ക് മനസ്സിലാവുന്നവർക്ക്, പോയവർക്ക്, അല്ലെങ്കിൽ ആ ചൂടിൻ്റെ കാഠിന്യം എത്ര മനസ്സിലാവുന്നവർക്ക് അറിയാം. എന്തായാലും മക്കളെ, നല്ലൊരു സന്ദേശം കൂടിയാണ് പ്രിയ സുഹൃത്ത് തന്നിട്ടുള്ളത്. പഠിച്ചോളി മക്കളെ, ജീവിതത്തിൽ നന്നായിട്ട് പഠിച്ച് നല്ല മേഖലകളിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി ജീവിതത്തിൽ ശ്രമിക്കുക. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്കൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ. അങ്ങനത്തെ മാറ്റങ്ങളിലൂടെ നമുക്കൊരു പുതിയ തുടക്കമാവട്ടെ നമ്മുടെ ജീവിതം. പഠിച്ചോളി മക്കളെ.